പടച്ച റബ്ബിന്റെ വല്ലാത്ത വചനമാണ് ആ വചനം. വിശ്വാസികളായ ഓരോ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന വചനമാണ്. വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. പടച്ച റബ്ബ് അവരിൽ നിന്ന് സ്വീകരിക്കുമെന്നാണ്. ഞാനൊരു മുഅ്മിനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധ്യമാകണം. ഏതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് റബ്ബ് പറഞ്ഞില്ലേ, അസ്ലിം, ഇബ്രാഹിമേ നീ കീഴൊതുങ്ങണം, നിന്റെ മനസ്സും നിന്റെ കണ്ണും നിന്റെ ശരീരവും എല്ലാം റബ്ബിന് വേണ്ടി കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു കീഴൊതുങ്ങിയിട്ടുള്ള ജീവിതമാകണം ഈ ദുനിയാവിലൂടെയുള്ള ജീവിതം. പക്ഷെ പലപ്പോഴും അതൊക്കെ നമ്മൾ മറന്നുപോയി. ദുനിയാവിലൂടെ ജീവിക്കുമ്പോ ഭൗതികപരമായി കൊണ്ടുള്ള പല നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ വരാനിരിക്കുന്ന യാഥാർത്ഥ്യമുള്ള ആ ലോകത്തെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. വിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധമായ ഖുർആനും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹ് ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നത് നിസ്സാരമായ കാര്യമായി കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരെ വില കൊടുക്കാത്ത ഒരു മേഖലയുണ്ടെങ്കിൽ മുഅ്മിനുകളെ അത് ദുനിയാവാണ്. ആ ദുനിയാവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറക്കാൻ പാടില്ല. എത്രത്തോളം അറിയോ, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കൂടി നടന്നു പോകുന്നു. അവരിങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചത്തുകിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിർഹമിന് ആർക്കാണ് ഈ ആടിനെ ആവശ്യമുള്ളത്? ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്. ആ സന്ദർഭങ്ങളിലൂടെ സ്വഹാബത്ത് പറയാണ്, നബിയേ, ചെവി മുറിഞ്ഞ ന്യൂനതയുള്ള ആ ആടിനെ ആർക്കാണ് ആവശ്യമുള്ളത്? ആ അവസ്ഥകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന സ്വഹാബാ, ഈ ചത്തു കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ സ്ഥാനമാണ് അല്ലാഹു ദുനിയാവിന് കൊടുക്കുന്നത്. അല്ലാഹ് ദുനിയാവിന് കൊടുത്ത വിലയാണ് പറഞ്ഞത്. ആ ദുനിയാവിന്റെ പിന്നാലെയാണ് മുഅ്മിനുകളെ നിസ്കാരം ഒഴിവാക്കി, ജുമഅക്ക് നേരത്തെ വരാതെ, എന്തെങ്കിലും ദീനിയായ കാര്യങ്ങളിൽ പങ്കെടുക്കാതെ, ദീനിയായ വിഷയങ്ങളിൽ ചർച്ചയ്ക്കിരിക്കാതെ, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും ദുനിയാവിലൂടെ മുന്നോട്ട്. എന്തായിരിക്കും നമ്മുടെ പരലോകത്തെ അവസ്ഥ? മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ഒരു കൊതുകിന്റെ ചിറകിനോടാണ് അല്ലാഹ് ദുനിയാവിനെ കാണുന്നത്. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ഒരാളുടെ വിരൽ സമുദ്രത്തിൽ അങ്ങ് മുക്കിയാൽ ആ മുക്കിയെടുത്ത ഭാഗത്തുണ്ടാകുന്ന ഒരു തുള്ളി വെള്ളം അത്രയും നിസ്സാരമായ കാര്യത്തോട്, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ അതിന്റെ നിസ്സാരതയെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ വിശ്വാസികളെ, ഭൗതിക വിഭവങ്ങളെല്ലാം പരലോകത്തെ അപേക്ഷിച്ച് തുച്ഛമാണ്, വിരളമാണ്, കുറച്ച്. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ മതാഉദ് ദുനിയാ ഖലീലും വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമായതാണ്. ഇവിടുത്തെ സുഖം വളരെ തുച്ഛമായതാണ്. എന്നാൽ പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം. പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം. നാം പരലോകത്തിന് വേണ്ടി പണിയെടുത്തോ അതോ ദുനിയാവിന് വേണ്ടി പണിയെടുത്തോ? നമ്മൾ ചിന്തിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്.
അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നു, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹുവൻ. ഇഹലോക ജീവിതം എന്നുള്ളത് കളിയും വിനോദവും മാത്രമാണ്. വഇൻ തുമിനൂ വതത്തഖൂ യുതികും ഉജൂറകും. നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. രണ്ട് വിഷയമാണ്. ഒന്ന് വിശ്വസിക്കണം, ഈമാൻ ഉണ്ടാകണം. മറ്റൊന്നെന്താ? അല്ലാഹുവിനെ കൃത്യമായി കൊണ്ട് എന്ത് ചെയ്യണം? സൂക്ഷ്മത കൈവരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം എന്തിനു വേണ്ടിയാണോ ഇവിടെ കഷ്ടപ്പെടുന്നത്, നാം എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടെ നമ്മുടെ സമയത്തെ ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലേ? നമ്മളൊക്കെ ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്ന ആളുകളാണ്. പല രൂപത്തിലുള്ള ആഗ്രഹങ്ങൾ, മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, ഭർത്താവിന്റെ വിഷയത്തിൽ, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ വിഷയത്തിൽ, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പല ആഗ്രഹങ്ങളും വെച്ച് നടക്കുന്ന ആളുകളാണ് നമ്മൾ. ഇവരാരും നമ്മെ സഹായിക്കുവാനോ തുണക്കാനോ നമ്മുടെ കൂടെ വരാനോ ഒന്നുമില്ലാത്ത ഒരു ലോകമാണ് മുഅ്മിനുകളെ പരലോകം എന്നുള്ളത്. ആ പരലോക ജീവിതത്തിൽ എല്ലാവരും തനിച്ചാണ്. എല്ലാ മനുഷ്യരും ഒറ്റക്ക് നാളെ റബ്ബിന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന രംഗമുണ്ടേ. മഹാന്മാരായിക്കൊണ്ടുള്ള എത്രയെത്ര സലഫുകളാണ്, മുഅ്മിനുകളെ സ്വഹാബ കിറാമുകളാണ്, പണ്ഡിതന്മാരാണ് ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞത്. നോക്കൂ നിങ്ങൾ, മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ നിൽക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും പ്രയാസപ്പെട്ടുകൊണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭങ്ങളിലൂടെ ഭാര്യ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങാത്തത്? നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ ഉറക്കം പോയിട്ടുണ്ട് അല്ലേ? ഉറക്കം വരുന്നില്ല, പ്രയാസാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. പരലോകത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ നാളെ പോയി കിടക്കാനുള്ള ഖബറിന്റെ വിഷയത്തിൽ ആലോചിച്ചുകൊണ്ട് ഉറക്കം വരാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഈ സ്വഹാബി പറയുന്നത് എന്തെന്നറിയുമോ? തദക്കർതു വൽ ജന്നതു വന്നാർ. ഞാൻ സ്വർഗത്തെ കുറിച്ച് ആലോചിച്ചു പോയി, നരകത്തെ കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി. കിടക്കുന്ന സന്ദർഭമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആനന്ദകരമായ തന്റെ ഭാര്യയോടൊത്ത് കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ആ സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം പറയാണ്, സ്വർഗത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ സ്വർഗത്തിന്റെ സുഖാനുഭൂതികള് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ നരകത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. നരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും അവിടുത്തെ പ്രയാസവും അവിടുത്തെ ഭീകരതയും ആലോചിച്ച് അപ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല. രണ്ടായിട്ടും ഈ സ്വഹാബി ഉറങ്ങണില്ല എന്നല്ല. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കുക. അള്ളാന്റെ കലാം നമ്മൾ ഒരുപാട് വായിച്ചവരാണ്, ഒരുപാട് ഖുത്ബകൾ പറഞ്ഞവരാണ്, കേട്ടവരാണ് നമ്മൾ, ഒരുപാട് ഖുർആൻ ക്ലാസുകൾ പങ്കെടുത്തവരാണ് നമ്മൾ എപ്പോഴെങ്കിലും പടച്ച റബ്ബിനെ കുറിച്ചൊന്ന് ആലോചിച്ച്, വരാനിരിക്കുന്ന പരലോകത്തെ കുറിച്ചൊന്ന് ആഗ്രഹിച്ച്, നാളെ പോയി കിടക്കാനുള്ള ഖബറിനെ കുറിച്ചൊന്ന് ആലോചിച്ച്, ഏകാന്തമായി ഒരു മൂലയിൽ അല്ല എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പൊഴിഞ്ഞിട്ടുണ്ടോ? അല്ലെ? നമ്മളിപ്പോഴും ഗർവിലും വാശിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഈർഷ്യതയിലും ഒക്കെ കഴിയുന്ന ആളുകളാണ്. പരസ്പരം പിണങ്ങി നടക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, പിണങ്ങി നടക്കുന്നവരുടെ, തെറ്റി നടക്കുന്നവരുടെ ഇബാദത്ത് അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ദുനിയാവിലൂടെയുള്ള ജീവിതത്തിന് കൃത്യമായി കൊണ്ട് പരലോകത്ത് ഒരു ലക്ഷ്യം ഇട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അല്ലാഹു പറയാണ്, ഒരിക്കലും നിങ്ങൾ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരിക്കലും നിങ്ങൾ ദുനിയാവിനെ കുറിച്ച് കൊണ്ട് നിങ്ങൾ പരാതി പറയേണ്ട. മാത്രമല്ല നിങ്ങൾ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചോ. കാരണം എന്താണ്? യൗമ തുബ്ലസ് സറായിർ, ആ ദിവസം എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാ രഹസ്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ദിവസമാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞു, യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നേ ദിവസം നിങ്ങൾ പ്രദർശിക്കപ്പെടുന്നതാണ്, യാതൊരു കാര്യവും നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. അല്ലാഹു എല്ലാം കൃത്യമായിട്ട് നാളെ പരലോകത്ത് കൊണ്ടുവരുന്നുള്ളതാണ്. അല്ലേ? അപ്പൊ എന്തൊക്കെ വാർത്തകളാണ് മുഅ്മിനീങ്ങളെ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു നീതി വേണ്ടേ? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളിലൂടെ നമ്മൾ കേട്ട ചരിത്രങ്ങളും സംഭവങ്ങളുടെയും പര്യാവസാനങ്ങൾ അത് യഥാർത്ഥമായ നീതിയാണോ? ഇവിടെ പണവും സ്വാധീനവും അധികാരമുള്ളവനും ഇവിടെ രക്ഷപ്പെടുന്നു, പണമില്ലാത്തവൻ, പ്രയാസപ്പെടുന്നവൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തവൻ, അവൻ കുറ്റക്കാരനായി തീരുന്നു. ഇത്തരത്തിലുള്ള അധാർമികതയിലേക്ക് പോകുമ്പോ ഒരു നീതിയുടെ ദിവസം വരാനുണ്ട് എന്ന് മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലേ? അതുകൊണ്ട് നമുക്ക് ഗർവ് വേണ്ട, നമുക്ക് അഹങ്കാരം വേണ്ട, മറ്റുള്ളവരോട് ഈർഷ്യത വേണ്ട, മക്കളോടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും വേണ്ട, മാതാപിതാക്കളോട് അനാദരവ് നമ്മൾ കാണിക്കണ്ട. എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടി സൗമ്യതയോടുകൂടി മൃദുലമായി കൊണ്ട് നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ കാനത്തുൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു അനാഉ ഫീ ഖൽബിഹി, ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ചിന്ത, ഏറ്റവും അൾട്ടിമേറ്റ് ആയി കൊണ്ടുള്ള ചിന്ത അത് പരലോകമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറച്ചു കൊടുക്കും. ഒരാളുടെ മനസ്സിൽ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. എന്നാലോ അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം മാത്രമല്ല, അവന്റെ എല്ലാ കാര്യവും ദുനിയാവിൽ അല്ലാഹു ശരിയാക്കി കൊടുക്കും. ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പിന്നിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. കാരണം അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അത് അല്ലാഹു തരുന്നൊരു ഓഫറാണ്. എങ്ങനെയാണെങ്കിൽ പരലോക ജീവിതവുമായി കൊണ്ട് നല്ല മനസ്സ് വെച്ച് നടന്നാൽ. എന്നാൽ വമൻ കാനത്തി ദുനിയാ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഉ ബൈന ഐനൈഹി, എന്നാൽ ഒരു മനുഷ്യൻ ദുനിയാവാണ് ലക്ഷ്യം വെച്ച് നടന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യത്തെ ഇട്ടുകൊടുക്കും. ഒരാൾ ദുനിയാവിനാണ് വലിയ സ്ഥാനം കൊടുക്കുന്നത് വെച്ചാൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തെ ഇട്ടുകൊടുക്കും. മാത്രമല്ല വഫറഖ അലൈഹി ശംലഹു വലം യഅതിഹി മിനദ്ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവന്റെ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭിന്നിപ്പിക്കും. അവർക്കൊരു സമാധാനവും ഉണ്ടാവുകയില്ല. മാത്രമല്ല അവൻക്ക് എന്താണോ അല്ലാഹു വിധിച്ചത് അത് മാത്രമേ അവൻ കൊടുക്കുള്ളൂ. കൂടുതൽ എക്സ്ട്രാ ഒന്നും അല്ലാഹു കൊടുക്കൂല. ആർക്ക്? ദുനിയാവിന്റെ പിന്നാലെ മണ്ടുന്ന ആളുകൾക്ക് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം ഗൗരവത്തോടു കൂടി ചിന്തിക്കുക, നാം ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുക. ഒരു ആഴ്ചത്തെ ഒരു ഖുത്ബ നമ്മൾ ശ്രവിച്ചാൽ പിന്നെ വരുന്ന ഒരാഴ്ചക്കുള്ള ഒരു മരുന്നാകണം അത്, ഒരു ചാർജ് ആകണം അത്. നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, നമ്മുടെ കണ്ണിന്റെ ശുദ്ധീകരണം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശുദ്ധീകരണം, നമ്മളുമായി ഏതൊക്കെ മേഖലകളിൽ ഉൾപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൊണ്ടുവരാനുള്ള ശുദ്ധീകരണം അതുണ്ടാകണം നമുക്ക്. അപ്പോഴേ നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ. അത് എന്ന് മാത്രമല്ല, ദീനിയായ ഏത് മേഖലകളും ആ രൂപത്തിലൂടെയാണ് നമ്മൾ കടന്നു കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലേ? അപ്പൊ ഏത് നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ഈ ദുനിയാവിലൂടെ ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്. എത്രയെത്ര മരണ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തില് എത്രയെത്ര മരണ വാർത്തകളും അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണത്തിന്റെ മേഖലകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ ഒരു ഭാഗത്ത് തകർന്നാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാനവും ഒരു ആഭിജാത്യവും ഒരു പേടിയുമില്ലാതെ മുസ്ലിം നാമകാരികളായിട്ടുള്ള ആളുകൾ പോലും അവർ പോലും കൊലപാതകങ്ങളിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് മുഅ്മിനുകളെ നാം മനസ്സിലാക്കേണ്ടത്? അവർ യഥാർത്ഥമായ അള്ളാഹുവിനെ കുറിച്ച് അവർ പഠിച്ചില്ല. അവർ ദീനിനെ കുറിച്ച് പഠിച്ചില്ല. അവർക്ക് കിട്ടേണ്ടുന്ന ദീൻ അവർ ഉൾക്കൊള്ളിക്കുവാൻ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വന്ന് സംഭവിച്ചത് ഏറ്റവും പ്രയാസകരമായ കാര്യങ്ങളായിരുന്നു. ഈ അടുത്ത് നമ്മൾ കേട്ട വാർത്തകൾ എത്രയെത്ര വാർത്തകളാണ് അല്ലെ? ഒരു ഹോട്ടൽ ഉടമയെ പോലും 18 വയസ്സും 22 വയസ്സ് മാത്രം പ്രായമുള്ള ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുന്ന അത്രയേറെ യുവത്വത്തിന്റെ അങ്ങേയറ്റത്തെ നല്ല കഴിവുള്ള സൂക്ഷ്മതയുള്ള ബുദ്ധിയുള്ള ഏറ്റവും നല്ല കാലഘട്ടമെന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ച ആ പൊന്നോമന മക്കൾക്ക് എങ്ങനെയാണ് അത്രത്തോളം ഒരു കുറ്റം ചെയ്യാൻ അവർക്ക് സാധിച്ചത്? നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിലെല്ലാ തോന്നിവാസങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം അതിൽ കടന്നു വന്നിട്ടുണ്ട്. അവിഹിതമായ ബന്ധങ്ങൾ അതിൽ തകർത്താടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമ്പത്തിനെ അപഹരിക്കുവാനുള്ള മനസ്സ് അതിൽ കടന്നു വന്നിട്ടുണ്ട്. മുഅ്മിനുകളെ, മക്കളുടെ വിഷയത്തിൽ നമുക്കൊരു വലിയ ഒരു ചിന്തയുണ്ടാകേണ്ട കാലഘട്ടമാണിത്. ആരാ മക്കളെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ നമ്മുടെ പൊന്നോമന മക്കള്. പരിശുദ്ധ ഖുർആൻ കൺകുളിർമയെന്ന് പരിചയപ്പെടുത്തിയ നമ്മുടെ പൊന്നോമന മക്കള്. വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല സൗകര്യങ്ങൾ കൊടുത്തു, ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷേ അള്ളാഹനെ നീ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതാപിതാക്കളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് ആ മക്കള് നമുക്കെതിരെ വരുന്ന രംഗമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ മക്കളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിന്റെ അലങ്കാരമാണ്, സന്തോഷിക്കുവാനുള്ള വകയാണ്. എന്നാൽ അതിന്റെ ഒരു മറുവശവും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളിലൂടെ എന്തെങ്കിലും ഒരു അപാകത ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് നമുക്ക് നാളെ പരലോകത്ത് അത് ദോഷം ചെയ്യും. മാത്രമല്ല ഈ ദുനിയാവിന്റെ ജീവിതത്തിലും അത് ദോഷം ചെയ്യും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ നല്ല ഒരു താല്പര്യത്തോടു കൂടിയിട്ടാകണം നമ്മൾ നീങ്ങേണ്ടത്. മക്കളുടെ വിഷയത്തിൽ ഒരു ഗൗരവം ഉണ്ടാകണം. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടുന്ന ആളുകളാകണം നമ്മൾ. പലപ്പോഴും നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട്, ഉമ്മമാരെ ഉപ്പമാരെ എന്താ പറയാറുള്ളത്? നീ ആ കാണുന്ന കുട്ടിയെ കണ്ടുപഠിക്ക്, നീ അപ്പുറത്തെ വീട്ടിലെ കുട്ടിനെ കണ്ടുപഠിക്ക് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയായ മാതാപിതാക്കള് അങ്ങനെയല്ല പറയേണ്ടത്. മോനെ, നീ ഉപ്പയുടെ ജീവിതത്തെ കണ്ടുപഠിക്കുക എന്ന് പറയാൻ കഴിയണം മക്കളോട്. ഉമ്മച്ചിക്ക് പറയാൻ കഴിയണം, പൊന്നുമോളെ നീ ഉമ്മയെ കണ്ടുപഠിക്ക്. എന്റെ സംസാരവും എന്റെ പ്രവർത്തനവും എന്റെ ദീനിയായ ചിട്ടകളും നീ മുറുകെ പിടിച്ചു നടക്കുമോളെ, എങ്കിൽ നിനക്ക് പരലോകത്ത് രക്ഷപ്പെടാം എന്ന് മാതാപിതാക്കളായ നമുക്ക് പറയാൻ കഴിയണം. ലഖദ് കാന നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത് ആരെയാണ്? ലോകത്ത് കാണുന്ന ആളുകളെയല്ല, വലിയ വലിയ നടീ നടന്മാരെയല്ല, ലോകത്തറിയപ്പെടുന്ന കവിയത്രിയെയോ അല്ലെങ്കിൽ കവികളെയോ അല്ല. നമ്മൾ റോൾ മോഡലാക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലെ, നമ്മൾ റോൾ മോഡലാക്കേണ്ടത് അവരെയാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്കുള്ള മാതൃകകളുണ്ട് മുഅ്മിനുകളെ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് കൂടുതൽ നാളെ പരലോകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ധന്യനായി തീരാം എന്നുള്ളതാണ്. അതുകൊണ്ട് ദുനിയാവിനെ ദുനിയാവിന്റെ രൂപത്തിലും പരലോകത്തിന്റെ ഒരു വിഷയത്തിലും നമുക്ക് കാണാൻ സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഏത് സന്ദർഭങ്ങളിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിലും ഒരു ഹംദ് ഓതുന്ന അല്ലെങ്കിൽ നല്ല ഒരു മനസ്സാന്നിധ്യത്തോടു കൂടിയുള്ള ജീവിതമാകണം എന്റെയും നിങ്ങളുടെയും ജീവിതം. അല്ലെ, സ്വഹാബത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവര് പറയുകയാണ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി എന്തെന്നറിയുമോ? ഞാനിപ്പോൾ സിറാത്ത് പാലത്തിലാണ്.
നമ്മളോടൊരു മനുഷ്യൻ നീ ഇപ്പൊ എവിടെ ചോദിച്ചു, നമുക്ക് ദുനിയാവിന്റെ വിഷയങ്ങൾ അങ്ങോട്ട് പറയാനും നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. അവര് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നാളെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ ആലോചിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളായി. എന്തേ മുഅ്മിനീങ്ങളെ, ആ ഒരു രീതിയും ആ ഒരു സിസ്റ്റവും ആ ഒരു രൂപവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് തടസ്സം? എന്താണ് നമുക്ക് തടസ്സം? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തടസ്സമായിട്ട് മാറാൻ പാടില്ല. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളിലൂടെയും നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരലോകത്തെയാണ്. മക്കളിലൂടെ പരലോകം, ഭാര്യയിലൂടെ പരലോകം, നമ്മുടെ സമ്പത്തിലൂടെ പരലോകം, നമ്മളുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം മേഖലയുണ്ടോ അതിലൂടെ എല്ലാം പരലോകം. അപ്പൊ എത്ര വിശ്വാസപരമാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുക. എന്നാ നമുക്ക് സംഭവിച്ചത് എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ ദുനിയാവിന്റെ ജീവിതത്തിനാണ്. എന്നാൽ അല്ലാഹ് പറയുന്നു വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, എന്നെന്നും അവശേഷിച്ചു നിൽക്കുന്നത് പരലോകമാണ്, എന്നെന്നും അവശേഷിച്ചു നിൽക്കുന്നത് പരലോകമാണെന്ന് റബ്ബ് പറയുമ്പോ, റബ്ബ് പരിചയപ്പെടുത്തുമ്പോ, ദുനിയാവ് നിസ്സാരമാണെന്ന് റബ്ബ് പറയുമ്പോ നമ്മൾ താല്പര്യം കാണിക്കുന്നു ഈ ഇഹലോക ജീവിതത്തിന്, അല്ലേ? പരംപിതിച്ചുമ്മ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില്. വല്ലാത്ത വരികളാണ് ആ വരികൾ. വീട്ടിലെ മെത്ത വിരിച്ച നമുക്ക് കാട്ടിലാരടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. വിശ്വാസികളെ എത്ര സുഖത്തിലാണ്, സന്തോഷത്തിലാണ് രാത്രിയിലെ ഒരു ഉറക്കം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പുതപ്പൊക്കെ വിരിച്ചുകൊണ്ട്, പുതപ്പുകളും പരവതാനികളും എല്ലാം വിരിച്ചുകൊണ്ട്, ഇനിയും പുതപ്പുകളുണ്ടോ എനിക്കൊന്ന് വിരിക്കാൻ എന്ന് ചോദിക്കുമാർ നമ്മൾ വിരിച്ചെടുക്കുന്ന നമ്മുടെ പരവതാനികള്, നമ്മൾ സുഖനിദ്രയിൽ നമ്മൾ കിടക്കുകയാണ്. എന്നാൽ മുഅ്മിനുകളെ, നമ്മുടെ മരണത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേര് മാറി, നമ്മുടെ സ്ഥാനം മാറി. മയ്യിത്ത് എപ്പോഴാണ് എടുക്കുക എന്നുള്ള ചർച്ചയായി. എന്റെ മരണത്തോടുകൂടി എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയായിട്ട് നാളെ മാറുമെങ്കില്, എന്റെ മരണത്തോടുകൂടി എന്റെ മകൻ, എന്റെ മകൾ അനാഥയായിട്ട് മാറുന്നുണ്ടെങ്കിൽ മുഅ്മിനുകളെ, ഇത് റബ്ബ് വെച്ച വ്യവസ്ഥയാണ്. ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആ പരലോകത്തെ ഒരിക്കലും മറന്നുകൊണ്ട് ജീവിക്കലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദർശത്തിൽ അടിയുറച്ചു ജീവിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഈ ദുനിയാവിന്റെ താല്പര്യങ്ങളാണ് ഈ സത്യത്തെ മറച്ചു വെക്കാനുള്ള കാരണം. എന്താണ് യഥാർത്ഥമായ തൗഹീദ് എന്ന് പഠിച്ചവർ പോലും അത് മറച്ചു വെക്കുന്ന അവസ്ഥയാണ്. എന്താ കാരണം? ഞാനെങ്ങാനും പിന്നെ യഥാർത്ഥമായ ആദർശത്തിലേക്ക് കടന്നുപോയാൽ എന്റെ മകളുടെ വിവാഹം അത് കൃത്യമായി നടക്കുമോ അല്ലാ എന്നുള്ള ഭയമാണ്. മഹല്ലുകാരെന്നെ വിച്ഛേദിക്കുമോ അല്ലാ എന്നുള്ള ഭയമാണ്. കൂട്ടുകാരെന്നെ കുറ്റം പറയുമോ എന്നുള്ള ഭയമാണ്. വിശ്വാസികളെ, റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ എത്ര ഇറങ്ങി തിരിച്ചാലും, എത്ര കണ്ണുകൾ നമ്മുടെ പിന്നാലെ നമ്മളെ പ്രയാസപ്പെടുത്തിയാലും, എത്ര വെല്ലുവിളികൾ നമുക്കെതിരെ വന്നാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ ജീവിതത്തോട് കൂടിയാൽ റബ്ബ് നമ്മളെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ സഹായത്തെക്കാൾ വലുതാകുമോ മുഅ്മിനീങ്ങളെ നമ്മുടെ കുടുംബക്കാരുടെ സഹായം? ഇല്ലല്ലോ, ഒരിക്കലുമില്ലല്ലോ. അതുകൊണ്ടല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അവിടുത്തെ ജീവിതത്തിൽ ഏറെ സന്തോഷകരമായ ഒരുപാട് ദിവസങ്ങളിലൂടെ അവിടുന്ന് തന്റെ കുടുംബക്കാരെയും തന്റെ നാട്ടുകാരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ കാണുന്ന മലമുകളിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് കൊടുത്ത ആദ്യം കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, മുഹമ്മദേ, താങ്കൾ അൽ അമീനാണ്, താങ്കൾ വിശ്വസ്തനാണ്, താങ്കളുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു ഭിന്നഭിപ്രായവുമില്ല,
അല്ലേ ഒക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. ഇത്ര പറഞ്ഞുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് വിളിച്ചവർ, സത്യസന്ധരെന്ന് വിളിച്ചവർ, ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത മനുഷ്യർ, അവര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി, മുഹമ്മദേ നിനക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടടാ, നീ ഭ്രാന്തനാണടാ, നീ കള്ളനാണടാ എന്നുവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളിയാക്കി. അബൂലഹബ് പറഞ്ഞില്ലേ, നിനക്ക് നാശമുണ്ടാകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ ആയത്തിറക്കി. ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇന്ന് പാരായണം ചെയ്യുമ്പോ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, ആ പാരായണത്തിലൂടെ അവൻക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോക രക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളെ വിളിച്ചതാ. കുടുംബക്കാർ, നാട്ടുകാർ, ഏറെ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും എതിരായി കടന്നു വന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കുറച്ചൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ പ്രയാസം സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കടന്നു ചെല്ലാമെന്നുള്ള ഒരു വ്യാമോഹം നമുക്കാർക്കും വേണ്ടതില്ല. നന്നായി അധ്വാനിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം, നന്നായി കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തെ നേടിയെടുക്കണമെങ്കിൽ ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തില് വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടു തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജമാഅത്ത് നമസ്കാരം അത് കൃത്യമായിട്ട് നിർവഹിക്കാനുള്ളതാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിക്കേണ്ടതാണ്. അത് തോന്നുമ്പോ വന്ന് നമ്മൾ നമസ്കരിക്കേണ്ടുന്ന ഒരു മേഖലയായിട്ട് നമ്മൾ കാണരുത്, ഗൗരവത്തിൽ നമ്മൾ കാണണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബാന്തരീക്ഷം അതൊരു ദീനിയായ അന്തരീക്ഷമായിരിക്കണം. ഏതൊക്കെ മേഖലകളിൽ ഇൽമിയായ ചർച്ചകളുടെ മേഖലകളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും കൊണ്ടുവരാനുള്ള ഒരു നല്ല മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം മുഅ്മിനീങ്ങളെ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നാളെ പരലോകത്ത് ഈ മക്കള് നമുക്കെതിരെ വരും. ഈ മക്കള് നാളെ പരലോകത്ത് നമുക്കെതിരെ കടന്നു വരുന്ന രംഗമുണ്ട്. എന്നാൽ ഒരു നല്ല മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാതാപിതാക്കൾക്ക് പ്രത്യേകമായ കിരീടം അവരെ അണിയിപ്പിക്കുന്നു, സ്വർഗത്തിന്റെ വസ്ത്രം അവരെ അണിയിപ്പിക്കുന്നു. ആ സന്ദർഭങ്ങളിലൂടെ അവർ ചോദിക്കുന്നു, അല്ലാഹ് ഇതെന്താണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത? ആ ഒരു അവസ്ഥകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച ആളുകളായിരുന്നു. പരിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിച്ച ആളുകളായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കുള്ളതാണ് അല്ലേ? ആ പരിശുദ്ധ കലാം പഠിക്കേണ്ടതുണ്ട് മുഅ്മിനീകളെ. നമ്മൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മളാകണം അല്ലെ? ഇതിലേതെങ്കിലും ഒന്നുപോലും ആകാതെ എങ്ങനെയാണ് മുഅ്മിനീകളെ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ കഴിയുക? ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കാൻ. ഒന്നെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളുകളാകണം. ആ രൂപത്തിൽ നാം എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെയും പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഇവിടെ പറഞ്ഞു പോകേണ്ടത്. അപ്പോ നമ്മുടെ അൾട്ടിമേറ്റ് ആയ ലക്ഷ്യം അത് പരലോകമായിരിക്കണം. അൻസാരികളിൽപ്പെട്ട ഒരാൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവർ ആരാണ്? ഏറ്റവും ശ്രേഷ്ഠനായ മഹത്വമായിട്ടുള്ള മനുഷ്യനാരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുന്നു, അഹ്സനുകും ഖുലുഖാ, ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവനാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരൻ. ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവൻ അല്ലെ? എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടി, ഒരാളോടും ഒരു വെറുപ്പില്ലാതെ, ഒരാളോടും ഒരു പ്രത്യേകമായ ഒരു അകൽച്ചയില്ലാതെ, അയാളോട് ഞാൻ മുണ്ടൂല, അയാളായിട്ട് ഞാൻ സംസാരിക്കൂല, അയാളായിട്ട് ഞാൻ ഇടപെടുകൂല, ആ ഒരു മൈൻഡ് നമ്മൾ മാറ്റി വെക്കണം.
നല്ല സ്വഭാവത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുമായി കൊണ്ട് ഇടപെടണം എന്നുള്ളതാണ്. ആ സ്വഹാബി വീണ്ടും ചോദിക്കുകയാണ്, ഖാല ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാരാണ്? നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മറുപടി പറയാണ്ടാകും അല്ലേ? നല്ല സമ്പത്ത് ഉണ്ടാക്കണോനാ ബുദ്ധിമാൻ, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് നടത്തുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറയാനുണ്ടാകും. പക്ഷേ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഏറ്റവും നന്നായി തയ്യാറാകുന്നവനാണ്. വിശ്വാസികളെ പരലോക ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് യഥാർത്ഥമായ ബുദ്ധിമാൻ. ഇതിലേതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നുണ്ടോ, അതോ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണോ, ഇഹലോക ജീവിതത്തിനാണോ എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ? നോക്കൂ നിങ്ങള്, അപ്പൊ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയാകണം മുഅ്മിനുകളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടുന്ന ആളുകളാണ് നമ്മൾ. ഏത് നിമിഷവും ഏത് സന്ദർഭത്തിലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾ മറന്നുപോയിട്ടുണ്ടോ അത്? നമ്മൾ ചിന്തിക്കലുണ്ടോ അത്? അത് ഏത് സന്ദർഭത്തിലാന്നുള്ളത് പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ മരിക്കുന്നപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുമോ? ഒരാൾക്കും അത് പറയാൻ കഴിയൂല. മൈനറിയതീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുന്നിലെന്നും പുഞ്ചിരിച്ചവളല്ലേ. മുഅ്മിനുകളെ, ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നപ്പോ നമ്മുടെ ഭാര്യയോടും നമ്മുടെ മക്കളോടും നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ട്. അവരുമായി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി വന്നവരാണ് നമ്മള്. പക്ഷെ മുഅ്മിനുകളെ, ഏത് സന്ദർഭത്തിലാണ്, ഏത് അവസ്ഥയിലാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ നമുക്ക് കഴിയൂല. ഒരാൾക്കും അത് പ്രവചിക്കാൻ കഴിയൂല. നമ്മൾ മേടിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഗ്യാരണ്ടി പറയാം, ഒരു കൃത്യമായ കണക്ക് നമുക്ക് പറയാം, ഒരു പെന്നിന് നമുക്ക് പറയാം. പച്ചക്കറി കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ മേടിക്കുമ്പോ അതിന് നമുക്ക് ഗ്യാരണ്ടി പറയാം. പക്ഷേ ഇതെല്ലാം നോക്കി സംവിധാനിക്കുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും പുതുതായി കണ്ടുപിടിക്കുന്ന മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഗ്യാരണ്ടി പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരാൾക്കും സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകി പോകേണ്ടുന്ന ആളുകളാണ് നമ്മൾ അല്ലേ? حتى إذا جاء أحدهم الموت قال رب ارجعون. വിശ്വാസികളെ, വിശ്വാസികളായ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന മേഖലയാണിത്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, വിചാരമുണ്ട്. ഞാൻ ഇപ്പോഴൊന്നും ഈ ലോകം നിന്ന് വിട പറയൂല. ഞാൻ വലിയ സമ്പന്നനായ വ്യക്തിയല്ലേ, ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്ന വ്യക്തിയല്ലേ, എന്റെ ശാരീരികമായി കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറിയതല്ലേ, ഞാനൊന്നും ഇപ്പൊ മരിക്കൂല. ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആലോചിക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടവനാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകേണ്ടത്. സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയാണ്, അങ്ങനെ അവരിലേക്ക് ആ മരണം അങ്ങ് വന്നെത്തുമ്പോ അവര് പറഞ്ഞു പോകുന്നു, റബ്ബിർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കി തരുമോ, അല്ലാഹുവേ ഒന്ന് മടക്കി തരുമോ, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് അല്ലാ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അല്ലാ, എന്നെ ഒന്ന് മടക്കി തരുമോ എന്ന് മനുഷ്യർ കെഞ്ചുമ്പോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന റബ്ബ് പറയുന്നു, കല്ല, ഒരിക്കലുമില്ല മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്, ഹുവ ഖായിലുഹാ, അതാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്.
പടച്ചറബ് പിന്തിപ്പിക്കൂലാട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവേ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ എന്ന് മനുഷ്യരായ നമ്മൾ കെഞ്ചുമ്പോ കാരുണ്യത്തിന്റെ റബ്ബ് ഒരിക്കലും പിന്തിപ്പിച്ചു തരുന്നതല്ല. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ആ ഒരു സന്ദർഭത്തിലാണ് മനുഷ്യരായ നമ്മളൊക്കെ തിരിച്ചറിയുക, പടച്ചോനെ എന്റെ ജീവിതത്തിന്റെ അവസാനം ഈ ദുനിയാവിലുള്ള എന്റെ അമലുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ, ഇനി എനിക്ക് ചെയ്യാനില്ല എന്നുള്ള ആ ഒരു പൂർണ്ണമായ ബോധ്യം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ചോദിക്കുന്ന ഈ ഒരു ചോദ്യം ജീവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലൂടെയാണ് മുഅ്മിനുകളെ ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ ആത്മാർത്ഥമായി അടുത്തുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത് അല്ലേ? ആ ഒരു സന്ദർഭത്തിൽ അത് നമുക്ക് പിന്തിപ്പിച്ചു തരില്ല. നമ്മുടെ അവസരം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ കിട്ടിയ അവസരത്തെ മാക്സിമം മുതലെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലേ? അത്താ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. അദ്ദേഹം പുതപ്പ് നെയ്തുണ്ടാക്കി, വളരെ മനോഹരമായി പുതപ്പുകൾ നെയ്തുണ്ടാക്കി അങ്ങാടിയിൽ വന്ന് വിൽക്കുന്ന ഒരു ആളാണ് അദ്ദേഹം. ആ പുതപ്പ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഒരാൾ അത് മേടിച്ചു. ആ സ്വഹാബി വളരെ പ്രയാസത്തോടുകൂടി ആ പുതപ്പ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, അതാ എന്താണ്, ഒരുപാട് ന്യൂനതകളുണ്ടല്ലോ, എന്താ ഇത് ഇങ്ങനെ, നിനക്ക് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു, നിന്റെ നെയ്യലൊക്കെ ഒന്നുകൂടി ഒന്ന് ശരിയാക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ധാരധാരയായി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് കരയുന്ന സന്ദർഭങ്ങളിലൂടെ അള്ളാഹുവിനോട് കൂടെയുള്ള ആളുകൾ പറയാണ്, അത്തായെ കരയല്ലേ, നിന്റെ കരച്ചില് നീ നിർത്ത്, നിന്റെ പുതപ്പ് ഞങ്ങൾ മേടിച്ചു കൊള്ളാം, ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വിശ്വാസികളെ? സ്വഹാബ, നിങ്ങൾ എന്റെ പുതപ്പിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, ഇതുപോലെ 100 പുതപ്പുകൾ അതിമനോഹരമായ രൂപത്തിൽ നെയ്തെടുക്കുവാൻ അള്ളാഹുവിന് കഴിയും, എനിക്ക് കഴിയും. ആ റബ്ബ് എനിക്കതിന് കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞത് എന്തെന്നറിയുമോ? നാളെ എന്റെ പ്രവർത്തനങ്ങളെ എന്റെ റബ്ബ് ഇങ്ങനെ മുന്നിൽ കാണിച്ചുകൊണ്ട്, നിന്റെ നമസ്കാരത്തിൽ നിന്നെ കുറവുണ്ടല്ലോ, നിന്റെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് കുറവുണ്ടല്ലോ എന്ന് എന്റെ റബ്ബ് നാളെ പരലോകത്ത് എന്നോട് പറഞ്ഞാൽ പിന്നെ ഇത് ദുനിയാവിലേക്ക് വന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. നോക്കൂ, നിങ്ങള് കച്ചവടം നടത്തുന്ന സന്ദർഭങ്ങളിലും സ്വഹാബത്തിന്റെ ചിന്ത പരലോകമായിരുന്നു. ഏതൊക്കെ രംഗങ്ങളിലൂടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ചിന്ത പരലോകത്തിനു വേണ്ടിയായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ധാരധാരയായി കൊണ്ട് കരഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഒരുപാട് ഹദീസുകൾ താങ്കൾ ഈ ലോക സമൂഹത്തിന് എത്തിച്ചു കൊടുത്തതല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതും, സ്വഹാബ, അസ്സഫറു തവീൽ വസ്സാദു ഖലീൽ, എനിക്കുള്ള യാത്ര അത് വിദൂരമായി കൊണ്ടുള്ള യാത്രയാണ്. എന്റെ യാത്ര, എന്റെ മരണം കഴിഞ്ഞ്, എന്റെ ബർസഖിയായ ജീവിതം കഴിഞ്ഞ്, എന്റെ വിചാരണ കഴിഞ്ഞ് നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. മാത്രമല്ല വസ്സാദു ഖലീൽ, എന്റെ അടുക്കലുള്ള അമലുകൾ വളരെ വിരളമാണ്, കുറവാണ്. എന്റെ റബ്ബ് നാളെ എന്നെ എങ്ങനെ പരിഗണിക്കുമെന്ന് എനിക്കറിയില്ല എന്നുള്ള ഭയമാണ് എന്നെ കരയിപ്പിച്ചത്. സഹോദരങ്ങളെ, ഏത് ചരിത്രം, ഏത് സംഭവം നമ്മൾ എടുത്തു നോക്കിയാലും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കരച്ചിൽ വന്നിട്ടുണ്ടോ, കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞിട്ടുണ്ടോ? പരലോകത്തെ ആലോചിച്ചുകൊണ്ടായിരുന്നു, പരലോകത്തെ ചിന്തിച്ചുകൊണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്, അദ്ദേഹം ഇതുപോലെ രാത്രി കിടക്കാൻ നിൽക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹം രാത്രി കിടക്കാൻ നിൽക്കുന്ന സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം ധാരധാരയായി കൊണ്ട് കരയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയതമ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? മറുപടി കൊടുത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഭാര്യയും കൂടെ കരയാൻ തുടങ്ങി. നല്ല ഭാര്യമാരുടെ ലക്ഷണമാണ്, ഭാര്യയും കൂടെ കരയാൻ തുടങ്ങി. ആ ഭാര്യക്കറിയാം, എന്റെ പ്രിയതമൻ ഒരിക്കലും ഈ ദുനിയാവിന്റെ വിഷയത്തിന് വേണ്ടി കരയുകയില്ല,
ഈ ദുനിയാവിന്റെ കാര്യത്തിനു വേണ്ടി ഒരിക്കലും അദ്ദേഹം കരയുകയില്ല. അങ്ങനെ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയുമോ? നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെയെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒരു കൂട്ടം സ്വർഗ്ഗത്തിലേക്കാണ്, മറ്റൊരു കൂട്ടം നരകത്തിലേക്കാണ്. അദ്ദേഹം പറയാണ്, ഒരു കൂട്ടം സ്വർഗ്ഗത്തിലേക്ക്, മറ്റൊരു കൂട്ടം നരകത്തിലേക്ക്. ഇതിൽ ഏതിലാണ് ഞാൻ ഉൾപ്പെടുക എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു പേടിയാണ് എന്നെ കരയിപ്പിച്ചത്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഇത്രയേറെ പരലോകത്തെ കുറിച്ച് നമ്മുടെ സ്വഹാബത്തും നമ്മുടെ മുൻഗാമികളായിക്കൊണ്ടുള്ള സലഫുകളും പേടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് പേടിച്ച് അവരുടെ ഹൃദയം വിതുമ്പിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ചുണ്ടുകൾ വിറകൊണ്ടിട്ടുണ്ടെങ്കിൽ, എന്തേ മുഅ്മിനീകളെ, അവർക്ക് പോകേണ്ടുന്ന പരലോകത്തിലേക്ക് നമുക്കും പോകേണ്ടതുണ്ട് എങ്കിൽ എന്തേ നമ്മൾ ആ രൂപത്തിലേക്ക് എത്തിപ്പെടുന്നില്ല? ദുനിയാവ് നമ്മളെ വല്ലാതെ പിടിച്ചു വലിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ദുനിയാവ് നമ്മൾ എന്ത് ചെയ്തു? ലോക്കിട്ട് പൂട്ടി. നമ്മൾ ആ ലോക്കിൽ നിന്ന് രക്ഷപ്പെടേണ്ടുന്ന ആളുകളാണ്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. പരലോകമായിരിക്കണം നമ്മുടെ മുഖ്യ വിഷയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിന്റെ നശ്വരതയെ നമ്മൾ മനസ്സിലാക്കി പരലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാകണം മുഅ്മിനീങ്ങളെ ദുനിയാവിലൂടെയുള്ള നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവതി യുവാക്കളുണ്ട്. ഇന്നത്തെ യുവതി യുവാക്കളുടെ അവസ്ഥ വളരെ പ്രയാസകരമാണ്. നമുക്കത് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഏതവസ്ഥകളിലൂടെയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരുപാട് അധാർമികമായി കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടുന്ന നമ്മുടെ പൊന്നോമന മക്കൾ, എന്തേ അവർക്ക് പറ്റിയതും എന്താണ് അവർക്ക് സംഭവിച്ചു പോയത്? അവർക്ക് കിട്ടേണ്ടതായി കൊണ്ടുള്ളത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അല്ലേ? ലഹരിക്ക് അടിമപ്പെട്ടു കഴിയുന്ന നമ്മുടെ പുന്നോമന മക്കൾ, ആദ്യമൊക്കെ ആൺകുട്ടികളെയായിരുന്നു കണ്ടത്, ഇന്ന് പെൺമക്കളെയും ആ രൂപത്തിൽ കാണാൻ അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇന്ന് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ. അല്ലേ? എത്രയോ സമയം, എത്രയോ നേരം യാതൊരുവിധ കാര്യവുമില്ലാതെ ആവശ്യത്തിലധികം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. സഹോദരങ്ങളെ, നമുക്ക് എന്തിനും ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലേ? നമ്മുടെ വസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഏത് വസ്തുവാണ്, നമ്മുടെ ബൈക്കാണെങ്കിലും ഏതിനും ഒരു ലിമിറ്റ് നമ്മൾ, അതുപോലെ ഒരു ലിമിറ്റ് നമുക്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കണം. അല്ലേ? അപ്പൊ മക്കളുടെ വിഷയത്തിൽ നമ്മൾ വല്ലാത്തൊരു താല്പര്യം നമ്മൾ കാണിച്ചിട്ടില്ല എങ്കിൽ ആ മക്കള് നാളെ പരലോകത്ത് നമുക്കെതിരായിട്ട് വരുന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മക്കളോട് നമുക്ക് വലിയ സ്നേഹമുണ്ട്, ആദരവുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അവരുടെ കാഴ്ചകൾ, അവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട്. വിശ്വാസികളെ, നാളെ പരലോകം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാണ്. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ വഫസ്വീലതി അല്ലതി തുവീ ومن في الأرض جميعا ثم ينجيه. നാളെ പരലോകത്തിന്റെ അവസ്ഥ റബ്ബ് പറയാട്ടോ. നരകമിങ്ങനെ കൺമുന്നിൽ കാണുമ്പോ മനുഷ്യർ കെഞ്ചിപ്പോകുന്നു പറയുകയാണ്. അവര് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവര് പറഞ്ഞു പോകാണ്, റബ്ബേ, ഞാൻ എന്റെ മക്കളെ തരാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? ഞാൻ എന്റെ ഏറ്റവും നല്ല ബന്ധുവിനെ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? അല്ലാഹുവേ, ഭൂമിയിലുള്ളത് മുഴുവനും ഞാൻ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് മനുഷ്യരായ നമ്മൾ കെഞ്ചി പറയുന്ന അവസ്ഥ നാളെ പരലോകത്തുള്ളതാണ്. എന്നാ ദുനിയാവിലോ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പൊന്നോമന മകൾക്കോ മകൻക്കോ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ മണിക്കൂറുകളോളം അവരോടൊപ്പം
ശരീരത്തോടൊപ്പം ചെലവഴിക്കാൻ പ്രയാസമില്ലാത്ത ആളുകളാണ് നമ്മൾ, അല്ലെ? ശരീരത്തിന്റെ ഒരു അവയവമാണ് അവർക്ക് വേണ്ടതെങ്കിലും അതുപോലെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ദുനിയാവിലെ ഇതേ മക്കളും മാതാപിതാക്കളും നാളെ പരലോകത്ത് വരുമ്പോ ഒരാളും ഒരാളെയും ഏറ്റെടുക്കുന്നില്ല. കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായി കടന്നു വന്ന മാതാവിനോട് പിതാവിനോട് പൊന്നോമന മകൻ പറയുന്നു, ഉമ്മ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ നിങ്ങൾക്കുണ്ട്, അതിൽ നിന്നൊരു സൽക്കർമ്മം എനിക്ക് നൽകിയാൽ ഞാൻ നാളെ സ്വർഗത്തിലാണ്, ഞാൻ ഈ അവസ്ഥയിൽ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ പൊന്നുമ്മച്ചിയുടെ വാക്ക് എന്താണെന്നറിയോ? മോനെ, ഇത് പരലോകമാണടാ എന്നാണ്. ഇവിടെ സെന്റിമെന്റ്സിന് സ്ഥാനമില്ല മോനെ, ഇവിടെ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും സ്ഥാനമില്ല മോനെ എന്ന് പറയുന്ന ഒരവസ്ഥ പരലോകത്തുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം നാം ഗൗരവത്തോടു കൂടി നമ്മൾ കാണും മുഅ്മിനുകളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അവസരങ്ങളെ, സമയങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ എനിക്ക് എന്റെ റബ്ബിങ്കിലേക്ക് ഒരു മടക്കമുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലായിരിക്കണം ഈ ദുനിയാവിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾക്ക് നാളെ പരലോകം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ടതില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ, ഇത്തരത്തിലുള്ള വിജ്ഞാന സദസ്സുകൾ എത്രത്തോളം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നമ്മൾ കേൾക്കണം. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നബിയെ, താങ്കൾ ഉത്ബോധിപ്പിക്കുക, ആ ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കേൾക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ അത് വർദ്ധിച്ചു വരുമെന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാവരെയും ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ യഥാർത്ഥമായ തൗഹീദിലേക്ക്, ആദർശത്തിലേക്ക്, തനതായ ആദർശത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ് മുഅ്മിനുകളെ. അത് നമ്മുടെ ബാധ്യതയാണ്, അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സംശയമില്ലാതെ നാം കൃത്യമായി ചെയ്തെടുക്കേണ്ടുന്ന ഒരു ഡ്യൂട്ടി ആയിക്കൊണ്ട് തന്നെ ആ പ്രബോധനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ്. ഏറ്റെടുത്ത കാര്യങ്ങളെ ഭംഗിയായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുക മാത്രമല്ല, ബാധ്യതകളുണ്ട് നമുക്ക്. മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, ഇങ്ങനെ ഓരോരോ ബന്ധങ്ങളും കടമകളും കടപ്പാടുകളും അത് പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഭാര്യയോടുള്ള, മക്കളോടുള്ള, നമ്മുടെ കുടുംബക്കാരോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്നുള്ളത് അവരെ ആദർശത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. നബിയെ പറയുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദാണ് എന്നുള്ളതാണ്, ഏകനാണ് എന്നുള്ളതാണ്. ആ ഒരു ആദർശം നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ദുനിയാവിലെ ഒരു കാര്യവും നമുക്ക് തടസ്സമാകരുത്, നമ്മൾ പഠിപ്പിക്കണം. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ വിഷയങ്ങൾ നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്തിന് നമ്മൾ ഇതിങ്ങനെ പറയണം? ഇത് കേൾക്കുമ്പോഴും ഇത് മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക, അത് വർധനവ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള എല്ലാ ദീനിയായ സദസ്സുകളെയും നമ്മൾ മാക്സിമം നമ്മൾ മുതലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ മക്കള് ഇപ്പോ മദ്രസ പഠനം ഏകദേശം കഴിഞ്ഞ മക്കൾക്കും, അതുപോലെ തന്നെ +1, അതുപോലെ തന്നെ +2 ഡിഗ്രി വരെ തലങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കും നമ്മൾ CRE എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടത്തി വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ഇവിടെ പുറത്തു വെച്ച് നടക്കുന്നുണ്ട്. എല്ലാ മാതാപിതാക്കളും നമ്മളുടെ നമ്പറും മക്കളുടെ പേരും ഇവിടെ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാവൂ. കാരണം നമ്മുടെ മക്കളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടണം. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നല്ല ഒരു സന്താനം. വാചകൻ നിർത്തിയില്ല, യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. പടച്ചോനെ, എന്റെ ഉപ്പാനോട് നീ കരുണ കാണിക്കണമേ, എന്റെ ഉമ്മയോട് നീ കരുണ കാണിക്കണമേ, അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്നുള്ള രൂപത്തിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥന നമുക്ക്
നമുക്ക് കിട്ടണമെങ്കിൽ വലദുൻ സ്വാലിഹുൻ, നല്ല ഒരു സന്താനമാകണമെങ്കിൽ അവൻ പഠിക്കേണ്ടത് ദീനിയായ വിദ്യാഭ്യാസമാണ്. അത് വെച്ച് ഭൗതിക വിദ്യാഭ്യാസം നേടണ്ട എന്നുള്ളതല്ല. പക്ഷെ അതിന്റെ പിന്നാലെ മാത്രം മണ്ടിപ്പായുന്ന ചില ആളുകളുണ്ട്. അവർ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യവും കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് മുഅ്മിനുകളെ, അശ്വരമായ ദുനിയാവിനെയും എന്നെന്നും അവശേഷിക്കുന്ന പരലോകത്തെയുമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഏത് സന്ദർഭത്തിലാണ് എന്റെയും നിങ്ങളുടെയും മരണം സംഭവിക്കുക എന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ഈ ദിനങ്ങളെയെല്ലാം, ഓരോ ദിവസങ്ങളെയും ഓരോ മണിക്കൂറുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കൊണ്ടുപോവുക. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ കേട്ട കാര്യങ്ങളുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള നല്ല ഒരു മനസ്സ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ സമാധാനം നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ദുആ വസിയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.